ശ്രീ ടി പി ശ്രീനിവാസൻ. 50 ദിവസം ഈ യുദ്ധം പിന്നിടുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും അടുക്കള വരെ ഈ യുദ്ധത്തിന്റെ പ്രതിസന്ധി എത്തിയിട്ടുണ്ടെങ്കിലും അല്പം ആശ്വാസം ഇറാൻ ഇന്ത്യയോട് പുലർത്തുന്ന പ്രത്യേക സമീപനം തന്നെയായിരുന്നു. പക്ഷേ 2 ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തോടെ അത് മാറിമറിയുകയാണോ? ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയുടെ ദിവസങ്ങളാണ്. അത് തീർച്ചയായിട്ടും വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറയാറില്ലേ, ഇപ്പോൾ -1 ആയിരിക്കുകയാണ്. കാരണം മുമ്പുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം അപ്രത്യക്ഷമായി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇസ്ലാമാബാദിലെ ടോക്സിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ ഒരു പ്രിസംഷൻ തന്നെയുണ്ട്, ഈ ചർച്ചകൾ നടക്കുകയില്ലെന്നും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഒരു ഡാഗർ പിടിച്ചുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങാൻ പോകുന്നത്. ഇറാനോട് പറയുന്നത് ഇന്നെല്ലാം ഞങ്ങൾ ചെയ്യും, നിങ്ങൾ അപ്പോൾ ഈ ചർച്ചയ്ക്ക് വലിയ അർത്ഥമൊന്നുമില്ല. അദ്ദേഹം ഒരു അൾട്ടിമേറ്റം കൊടുക്കുകയാണ്. അത് നിങ്ങളെല്ലാം സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് യുദ്ധം നടത്തും. ഇത് ടിപ്പിക്കൽ ഡൊണാൾഡ് ട്രംപ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഇതൊന്നും ആയിരുന്നില്ല ഇഷ്യൂസ്. 27 ഫെബ്രുവരി യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ ഇഷ്യൂവിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് ആദ്യത്തെ ഇസ്ലാമാബാദ് ടോക്സ് കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റ് വാൻസ് പറഞ്ഞത് ഏറ്റവും വലിയ ഇഷ്യൂ ന്യൂക്ലിയർ ഇഷ്യൂ ആണെന്നാണ്. അപ്പോൾ ന്യൂക്ലിയർ ഇഷ്യൂവിൽ ഉണ്ടായിരുന്ന എഗ്രിമെന്റ് ഇവർ തമ്മിൽ ഒമാനിന്റെ സാന്നിധ്യത്തിലുണ്ടായ എഗ്രിമെന്റ് പോയി എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിന് കൂടുതൽ പ്രശ്നങ്ങളായി അതിനെ കാണുകയാണ്. അതുപോലെ തന്നെയാണ് ഹോർമൂസ് സ്ട്രേറ്റ്സും. അതൊരു ഇഷ്യൂ ആയിരുന്നില്ല. ഇറ്റ് വാസ് ആൻ ഓപ്പൺ സ്ട്രേറ്റ്. അപ്പോൾ ഒരു ഓപ്പൺ സ്ട്രേറ്റിനെ ക്ലോസ് ചെയ്തിപ്പോൾ ഇനി ഓപ്പൺ ചെയ്യുന്ന ഒരു സ്ഥിതി. ആരോ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ ചെയ്ത പോലെ 30 കൊല്ലം താലിബാനോട് യുദ്ധം ചെയ്യുക, എന്നിട്ട് താലിബാൻ തന്നെ അധികാരം കൈമാറി കൊടുക്കുക എന്നുള്ളൊരു സ്ഥിതി പോലെ തുറന്നു കിടന്നിരുന്ന ഹോർമൂസ് സ്ട്രേറ്റിനെ അടപ്പിക്കുകയും അത് കഴിഞ്ഞ് തുറക്കാനായിട്ട് ആവശ്യപ്പെടുകയും, അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അതിന് കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കുന്ന പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ പുറകോട്ടാണ് പോകുന്നത്, മുന്നോട്ടല്ല. അപ്പോൾ ആശങ്ക വളരെ കൂടുതലാണ്. വിശേഷിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഈ ഗൾഫിലെ ബോംബിംഗ് ആണ്. നമ്മൾ വലിയ താല്പര്യമൊന്നും ഇവിടെ ആരും എടുക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ അതൊരു അറ്റാക്ക് ഓൺ ദ ഗൾഫ് ഇസ് ആൻ അറ്റാക്ക് ഓൺ ഇന്ത്യ എന്നൊരു പ്രോpositionനാണ് ഞാൻ മുമ്പേ വെച്ചിരുന്നത്. അത് യഥാർത്ഥത്തിൽ ശരിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് നമ്മുടെ താല്പര്യം മോർ ദാൻ എനിത്തിങ് എൽസ് ഈ ഗൾഫിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇറാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മറ്റൊരു തരത്തിലാണ്. അത് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴുള്ളത്. ഇസ്രായേൽ ലെബനോനെ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധവിരാമം തുടർന്നുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ലെബനോനെയും ഇസ്രായേലിനെയും ഞാൻ വൈറ്റ് ഹൗസിലേക്ക് വിളിക്കുകയാണ്, അതങ്ങനെ അവിടെ സെറ്റിൽ ചെയ്യും. ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ടിപ്പിക്കൽ ട്രംപ് സിറ്റുവേഷൻ. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അൺപ്രെഡിക്റ്റബിലിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഒരു ചെസ് ബോർഡിലുള്ള ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് അൺപ്രെഡിക്റ്റബിലിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്നും ഭാവിയിലേക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇസ് ദ ആർട്ട് ഓഫ് ദ പോസിബിൾ. അത് വേണമെങ്കിൽ ഒരു ഫിക്സ്ഡ് ചില പോയിന്റ്സ് വേണം. ഈവൻ ഇഫ് ദർ ഈസ് വാർ, there should be certain principles that everybody is attached to. അപ്പോൾ അങ്ങനെ സംഭവിക്കാത്ത സ്ഥിതിക്ക് വീണ്ടും നമ്മൾ പഴയ സ്ഥിതിയിൽ തന്നെയാണ്. എന്ത് സംഭവിക്കും നാളെ എന്നറിയില്ല, എങ്ങനെ തരത്തിലുള്ള യുദ്ധത്തിലേക്കാണ് നീങ്ങുന്നതെന്നറിയില്ല. ന്യൂക്ലിയർ ഇഷ്യൂ അദ്ദേഹം ഇപ്പോൾ ഉയർത്തുന്നത് കൂടുതൽ പ്രയാസപ്പെട്ട കാര്യങ്ങളാണ്. എൻറിച്ച്ഡ് യുറേനിയം അവിടെ നിന്ന് മാറ്റണം, IAEAക്ക് മാറ്റണം എന്നല്ല പറയുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഇതൊക്കെ കഴിയാത്ത സാധ്യതയുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും അദ്ദേഹം ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. അതിനെ അദ്ദേഹത്തിന് കോൺട്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു അഡ്വൈസ് കൊടുക്കാനോ ആരുമില്ല. സോ എ വൺ മാൻ ഷോ. സോ ലെറ്റ് us see how it goes. There is no other way of determining what will happen in the future. തീർച്ചയായും സാഹചര്യം അതായിരിക്കുകയും നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങി ഇത്രയും ദിവസം ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ചില ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇളവുകൾ ഇറാൻ നൽകിയിരുന്നു എന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ
ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതോടെ ആ സാഹചര്യത്തിന് മാറ്റം വന്നിരുന്നു. അത് ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇന്ത്യ ശക്തമായ ഭാഷയിൽ അതിനെ അപലപിക്കുകയും ഇറാൻ പ്രതിനിധിയെ വിളിച്ച് ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലും കരുതലോടെയാണ് ആ വിഷയത്തിൽ ഇന്ത്യ നീങ്ങുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്രതികരണത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഏത് നിലയിൽ ആ വിഷയം രാജ്യം കൈകാര്യം ചെയ്യുന്നു എന്നതാണ് വിലയിരുത്തുന്നത്. അല്ല, ഇന്ത്യക്ക് വേണ്ടി ചില കൺസെഷൻസ് കൊടുക്കുമെന്ന് ഇറാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. 2 ഷിപ്പുകൾ അതിൽ കൂടെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തു, നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയില്ല. ഇറാൻ ഒരു ഒബ്സ്റ്റക്കിൾ ആവുകയില്ല ഇന്ത്യക്ക്. ഗൾഫിലെ കാര്യം മറ്റൊന്നാണ്. പക്ഷേ ഇറാൻ ഇന്ത്യയായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ അന്യോന്യം സഹകരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് കൂടുതൽ പ്രക്ഷോഭമുണ്ടായി. കാരണം ഇന്ത്യ ക്ലിയറൻസ് കിട്ടിയ ഒരു ഷിപ്പിനെയാണ് അവർ ഷൂട്ട് ചെയ്തതെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. അപ്പോൾ അതൊരു വലിയ ചതിയായിപ്പോയി എന്ന് നമുക്ക് തോന്നി. അതുകൊണ്ടാണ് ഇറാനിയൻ അംബാസിഡറെ വിളിച്ച് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്തത്. പക്ഷേ അതിനെന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ? കാരണം നമ്മുടെ കാര്യം മാത്രം എക്സെപ്ഷണലായിട്ട് ട്രീറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഇറാനെ കൊണ്ട് കഴിയില്ല എന്നാണ്. എല്ലാ ഷിപ്പും നിർത്തുന്നു എന്നിട്ട് ഇന്ത്യൻ ഷിപ്പ് മാത്രം അയക്കുന്നു എന്നുള്ള സ്ഥിതി വലിയ ഒരു ടെനബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വി ഷുഡ് നോട്ട് എക്സ്പെക്ട് ടു മച്ച് ഫ്രം ഇറാൻ ടു വർക്ക് ഇൻ ഫേവർ ഓഫ് us. So we have to take it in our stride. We protest. But we hope that ഇപ്പോഴാണ് വീണ്ടും സ്ട്രേറ്റ് അടച്ചു എന്ന് നമ്മൾ കേൾക്കുന്നത്. ഇടയ്ക്ക് അത് തുറന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊരു പ്രത്യേക സാഹചര്യം നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യമല്ല. പക്ഷേ നമ്മളുടെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഇതുവരെയുള്ള ചർച്ചകളും കൊണ്ട് നമ്മളിതിനെ അവർ ചെയ്തതിനെ ഒരു വളരെ തെറ്റായ കാര്യമായി തന്നെ കാണുകയും അതിനനുസരിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അവരതിനൊരു മറുപടി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ തന്നതായി ഇതുവരെ സൂചനയൊന്നുമില്ല. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ PM നാരായണൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഈ വിഷയത്തിൽ ഇറാനെ കൂടുതൽ അകറ്റുന്ന തരത്തിലുള്ള ഒരു സമീപനം വേണ്ട എന്ന നിലയിലേക്ക് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ശക്തമായി ഈ വിഷയത്തെ അപലപിക്കുകയും ചെയ്തിരിക്കുന്നു. അനുമതി കിട്ടി വന്ന കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്, അതിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷവും മറ്റൊരു കപ്പൽ അവിടെ നിന്ന് പുറപ്പെട്ട് നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നു എന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. അപ്പോൾ ഇറാനെ കൂടുതൽ പിണക്കിക്കൊണ്ട് ഒരു പക്ഷേ യുദ്ധം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ഊർജ്ജ പ്രതിസന്ധി നമ്മൾ പ്രതീക്ഷിക്കാത്ത തലങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ ഒരു പക്ഷേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.